പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിതാ ഇവിടെ കുറച്ച് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. പഞ്ചസാര ഇതുപോലെ ഒന്ന് മെൽട്ടായി വന്നു കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ക്യാരമൽ ചെയ്ത പഞ്ചസാരയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മേത്തേക്കൊക്കെ തെറിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ഈത്തപ്പഴം കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു 1/2 കപ്പോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം മീഡിയത്തിലാക്കിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇതാ ഈ ഒരു രീതിയിലൊന്ന് വറ്റി വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്ത പഞ്ചസാര ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒട്ടും നനവില്ലാത്ത മിക്സി ജാർ വേണം എടുക്കാനായിട്ട്. ഇനി നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്ത് അതേ മിക്സി ജാറിലേക്ക് തന്നെ ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ബാക്കി 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തൊന്ന് അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ പുറത്തേക്കൊക്കെ പോകുന്നത് കൊണ്ട് ഞാൻ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മളിത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന ക്യാരമൽ ചെയ്ത ക്യാരറ്റിൻ്റെയും ഈത്തപ്പഴത്തിൻ്റെയും മുന്തിരിയുടെയൊക്കെ കൂട്ടുണ്ടല്ലോ, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പോളം മൈദയും 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൂടെ എടുക്കുന്നുണ്ട്. ശേഷം നമ്മളിത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്നായിട്ട് ഇട്ട് കൊടുക്കണ്ട, കുറേശ്ശെ ചേർത്ത് കൊടുത്ത് പതുക്കനൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ഒരു സാധനങ്ങളും ഫ്രിഡ്ജിൽ വെച്ച് തണുത്തിട്ടുള്ളതാവരുത്. കോഴിമുട്ട, വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രിഡ്ജിലാണല്ലോ എടുത്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ച് ഒട്ടും തണുപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഇതാ എല്ലാം അതുപോലെ ചേർത്ത് കൊടുത്ത് ഞാനിതാ പതുക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് കുറച്ച് ഓയിലൊക്കെ തടവി അതിലേക്ക് കുറച്ച് മൈദപ്പൊടി കൂടെ ഇട്ട് കൊടുത്തൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ടർ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ ഓയിൽ തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്താലും മതി. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ നട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ നമ്മൾ ക്യാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ കുറച്ച് ക്യാരറ്റ് മാറ്റി വെച്ചിരുന്നു, അതുകൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാനിതാ നേരത്തെ തന്നെ ഒരു പാന് ഗ്യാസ് അടുപ്പിൽ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കൊരു തട്ട് വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ കേക്കിൻ്റെ ഡ്രൈ ഇറക്കി വെച്ച് കൊടുക്കുക. ശേഷം ഒരു 45 മിനിറ്റോളം ആയപ്പോഴാണ് എനിക്കിത് ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ബാക്കി ലോ ഫ്ലെയിമിലിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് കേക്കൊന്ന് ചൂടാറി വന്നതിന് ശേഷം സൈഡൊക്കെ ഒന്ന് വെടിപ്പിച്ചെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അടിഭാഗം ഒന്നും ഒട്ടും കരിഞ്ഞൊന്നും പോവാതെ നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്.
പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.